വിദ്യാജിയുടെ പാട്ട് കേൾക്കാൻ കൊതിയായി. ഇപ്പൊ കേൾപ്പിച്ച് തരാലോ. വിദ്യാജിയുടെ പാട്ടുമായിട്ട് ഒരാൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. നമ്മുടെ അനുഷ്കാണ്. അനുഷ്കിനെ വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ഹായ് അനുഷ്ക കുട്ടി. ഒരു ഏഞ്ചലാണോ വന്നത്? അതെ അതെ, എന്തോ വിശേഷമുള്ള പോലെ. ഉണ്ടോ? ആ പറഞ്ഞോളൂ. അച്ഛനെ പറ്റിയ അച്ഛനെ പറ്റിയാ? ആര് ചേച്ചി? ഓ, നമ്മള് പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സഹിക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ലല്ലോ. അതൊന്നുമില്ല. ഞാനും അതില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഐസ്ക്രീമാണ്. അത് ഞാനൊരു 10 ഒരു അതെ അതെ, അതിൽ തന്നെ എനിക്ക് ചിലപ്പോ ഫാമിലി പാക്ക് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. അത്രയ്ക്കും മിടുക്കനാ. ഓ ഭാഗ്യവാന്. പ്രശ്നമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അച്ഛനമ്മയല്ലേ. ആ അതായത് ഇപ്പോ അവര് ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മളത് നോക്കി ഇങ്ങനെ അപ്പൊ അത് ശരിയല്ല. അത് ശരി, അത് മോശം. അത് അങ്ങനെ അനുഷ്ക കുട്ടിയുടെ മുമ്പിൽ വെച്ച് അവരെ കഴിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. വളരെ മോശം. എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില്, മുല്ലങ്ങത്ത് അമ്പലത്തില് തൈപ്പോയായിരുന്നു. കാവടിയാട്ടത്തിന്റെ സമയത്ത് ഉച്ചക്ക് അച്ഛൻ പോയി വെയിലത്ത് ഡാൻസ് കളിച്ചു. ആ പരിപാടി ഉണ്ട് അച്ഛന്. എന്നിട്ട് ചൂടായിരിക്കണ സമയത്ത് തന്നെ പോയി ഐസ്ക്രീം കഴിച്ചു. അത് ഞാൻ അറിയാണ്ട്. അച്ഛൻ ഐസ്ക്രീം കഴിക്കാൻ പാടില്ലേ? ഇല്ല, എന്റെ വീട്ടിലും പറ്റൂല കേട്ടോ. അങ്ങനെ ചോദിക്കണ്ടല്ലോ. പാട്ട് പാടുന്ന മോളെ പറ്റി ആലോചിക്കണായിരുന്നു. അങ്ങനെ അല്ലേ? അതല്ലേ നീ ഉദ്ദേശിച്ചത്? അതും കൂടാതെ രാത്രി വീണ്ടും ഉണ്ടായിരുന്നു കാവടി. ആ സമയത്ത് വീണ്ടും പോയി ഐസ്ക്രീം കഴിച്ചു. മഞ്ഞും കൊണ്ടു. ഓ, അത് ശരിയാണോ ചേട്ടാ? അച്ഛന് പനി വന്നു. ഒരാഴ്ച എന്നിട്ട് കിടപ്പായിരുന്നു. അപ്പൊ അച്ഛന് പനി വന്നതാണോ പ്രശ്നം, ഐസ്ക്രീം കഴിച്ചതാണോ? ഐസ്ക്രീം കഴിച്ചത്, അതാണ് പ്രശ്നം. അതെ. അത് ശരി. അപ്പൊ അച്ഛനാണ് ഇപ്പൊ വില്ലൻ. മേലാൽ ചെയ്യരുത്. അച്ഛൻ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ച് മോളെ വിഷമിപ്പിക്കല്ലേ. അതെ. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാ? തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയ. ഓക്കെ, ഡീറ്റെയിൽസ്. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് സുജാത മാമും ദേവാനന്ദ് സാറും. പിന്നെ മൂവി രസികൻ, ഇയർ 2004. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്ന്
അനുഷ്കേ, എന്താ? വേറൊരു കാര്യം പറയട്ടെ. ആ. എന്റെ മകളോട് ഒത്തിരി സ്നേഹത്തോടെ. ആദ്യം ഇവിടെ ഈ വേദി വന്നില്ലേ, ആ. അന്ന് മകള് പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അതായത് ഈ വേദിയിൽ എങ്ങനെങ്കിലും വരണം എന്നുള്ള എത്ര ആഗ്രഹത്തോടു കൂടിയാണ് അല്ലേ അന്ന് സംസാരിച്ചത് അല്ലേ? എന്താ പറഞ്ഞ അന്ന്? എന്താ പറഞ്ഞ? ഡ്രീം കം ട്രൂ. ഡ്രീം കം. ഓക്കെ, ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. ആ, അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ കെയർ കൊടുക്കണം, കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മുടെ ഡ്രീമാണ്. ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ദാറ്റ് യു ആർ ഓൺ ദാറ്റ് ജേർണി, ബ്യൂട്ടിഫുൾ ജേർണി. കേട്ടോ? So, Anushka is going to be awarded 96.5 out of 100. താങ്ക് യു സർ.